തേങ്ങ എങ്ങനെ കുറേ കാലം കേടാവാണ്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാമെന്നുള്ള രീതി ഞാനിന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെയായിരിക്കും ചെയ്യുക. ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഇതിങ്ങനെ തന്നെ കൊണ്ടുവരിക. നമുക്കിപ്പോൾ അതുകൊണ്ട് അങ്ങനെ തേങ്ങയുടെ ബുദ്ധിമുട്ട് അറിയാറേ ഇല്ല ഇവിടെ. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമുക്ക് വീഡിയോ കണ്ടിട്ട് ഒരു 15 തേങ്ങ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. തേങ്ങ എടുക്കുമ്പോൾ പച്ചത്തേങ്ങ എടുക്കേണ്ട, ഒരു വിധം ഉണങ്ങിയ തേങ്ങയോ അല്ലെങ്കിൽ നല്ലോണം ഉണങ്ങിയ തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഈ 3 കണ്ണില്ലേ, അതിൻ്റെ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റിലെ ലൈനില്ലേ, അതിൻ്റെ നേരെ ഇതേപോലെ നല്ലൊരു അടി കൊടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ടിൽ പെട്ടെന്ന് പൊട്ടുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പൊട്ടിച്ചിട്ടുള്ളത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ ചിലരൊക്കെ പൊട്ടിക്കുമ്പോൾ തേങ്ങ പല വഴിക്ക് ഇങ്ങനെ ചെതറിപ്പോൾ. അതുകൊണ്ട് ഇത് കറക്റ്റ് റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ആ മൂന്ന് കണ്ണുള്ള അതിൽ ഒരു കണ്ണ് വലുതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആ ഒരു ലൈനുണ്ട് തേങ്ങയുടെ, അതിൽ അടിച്ചാൽ മതി. അപ്പോൾ തേങ്ങ നല്ല റൗണ്ടിൽ പൊട്ടി വരും. ആ 15 തേങ്ങയും പൊട്ടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇത് ആ 15 തേങ്ങയുടെ വെള്ളവും ഉണ്ട്. ഈ വെള്ളം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ എടുക്കാം. കുറച്ചൊന്ന് പുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കാം, വെള്ളയപ്പം ഉണ്ടാക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ വെള്ളം മാത്രം ചേർത്തിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാം, വട്ടയപ്പം ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ചിരവ. നാട്ടിലൊക്കെ ചെയ്തിട്ട് വരുമ്പോഴവിടെ അവിടെ ഗ്രൈൻഡറിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ചിരവയുടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിരണ്ടിയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് കുത്തിയിരുന്ന് ചിരണ്ട് തന്നെ, വേറെ വഴിയില്ല. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നെയാണ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഞാൻ ചെയ്തെടുത്തിട്ട് വന്നതാണ്. തേങ്ങ ചിരണ്ടി കഴിയുമ്പം എങ്ങനെയാണെങ്കിലും ആ ചിരട്ടയ്ക്കകത്ത് കുറച്ചുകൂടെ ബാക്കി വരും. അത് ആ 15 എണ്ണത്തിൻ്റെയും കൂടി ചിരണ്ടി എടുക്കുമ്പോഴത്തെ ഏകദേശം കണ്ടോ ഒരു തേങ്ങ ചിരണ്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ആകെ ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നി തേങ്ങ ചിരണ്ടൽ മാത്രമാണ്. അപ്പം നമുക്കിനി ഇത് ഉണക്കണം. ഉണക്കാൻ വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണക്കാൻ വേണ്ടി ഇടുന്ന പായാണ് കേട്ടോ. വീട്ടിലല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നല്ല. ഇങ്ങനെ വെയിലത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പായായത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ തുണി, പേപ്പർ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തേങ്ങയല്ലേ ഇടുന്നത്. അപ്പോൾ തേങ്ങയുടെ ഉണങ്ങി വരുമ്പോൾ ആ എണ്ണയുണ്ടല്ലോ, അത് ആ തുണിയിലേക്കും പേപ്പറിലേക്കും അങ്ങനെ വലിച്ചെടുക്കും. അപ്പം നമ്മുടെ തേങ്ങയ്ക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല, ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ എണ്ണയോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല വെയിലുള്ള സമയത്ത് ഒരു 4 തൊട്ട് 5 മണിക്കൂർ നല്ലോണം ഉണങ്ങിയാൽ മതി. വേനൽക്കാലത്തൊക്കെയാണ് തൊട്ട് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഒരു മാർച്ച്, ഏപ്രിൽ ആ മാസത്തിലൊക്കെ നല്ല ചൂടായിരിക്കും വെയിലിന്. ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത്. അപ്പോൾ ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ ആയതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല, നല്ല മൊരി പോലെ, അതായത് ശരിക്കും നമ്മൾ കൈ കൊട്ടി ഇങ്ങനെ ഞെരടുകയാണെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു വരും. അത്രയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെയിലില്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണക്കാൻ നിൽക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ മാത്രമേ ഉള്ളൂ, വെയിലിന് ചൂടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ പകുതി ഉണങ്ങിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം ഉണക്കുകയാണെങ്കിൽ ആ തേങ്ങയ്ക്കൊരു മണം ഉണ്ടാവും, ഫ്രഷ് ആയിട്ട് കിട്ടില്ല. അതിങ്ങനെ കുറച്ചിങ്ങനെ ചീഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കനച്ച പോലത്തെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഇതിലും തേങ്ങ നല്ല രീതിയിൽ കുറേ നാൾ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കേട് മണം വരും.
ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ 15 തേങ്ങയും റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്തേക്ക്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോവുകയാണ്, വേറെ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ടിന്നിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഒട്ടും കാറ്റ് കിടക്കാതെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് പോകാം. എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ട്രാവലിങ്ങിനൊക്കെ ഇങ്ങനത്തെ ഒരു ബാഗിലാകുമ്പോൾ അതിങ്ങനെ പരന്നിട്ട് അമങ്ങിയിരുന്നോളും. അതുകൊണ്ടാണ് പറയുന്നത്. ഇഷ്ടമനുസരിച്ചിട്ട് അപ്പോഴത്തെ ആ ഒരു യാത്രാ സൗകര്യം അനുസരിച്ച് ചെയ്യാം. പതിനഞ്ച് തേങ്ങ ഉണക്കിയെടുത്തപ്പം ഇങ്ങനത്തെ ആ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ 2 പാക്കറ്റ് ഫുള്ളും നിറയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, അത്രയും തന്നെ ബാക്കിയുണ്ട്. ഇത് ഞാൻ വേറൊരു 2 മെത്തേഡും കൂടി കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ തേങ്ങ കുറച്ചും കൂടിയും വേറെ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിപ്പം ഫ്രൈ ആക്കാൻ പോകുന്നു കേട്ടോ. വറക്കുന്ന സമയത്ത് ഒട്ടും എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, വെറുതെ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിടുമ്പം ഇത് ഡ്രൈ ആയ തേങ്ങയായത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, തീ കൂട്ടിയും കുറച്ചും ഇട്ടിട്ട് വേണം ഇതൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഒരുപാടങ്ങ് നല്ലോണം ഫ്രൈ ആക്കി ഒരു നല്ല കറുപ്പ് കളർ അങ്ങനെ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളിത് കറിക്ക് വേണ്ടി എടുക്കുമ്പം കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കും. അപ്പം കറക്റ്റ് ആ കളറിലേക്ക് നിങ്ങളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ കറിക്കും നല്ലൊരു കളർ ഉണ്ടാവും. ഇപ്പോഴേ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകും. ഇനി ബാക്കി കുറച്ച് ഉണ്ടായിരുന്ന തേങ്ങ എടുത്തിട്ട് ഞാൻ ഒരു കറിക്കൂട്ടുണ്ടാക്കുകയാണ്. അതാണ് ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ്റെ കൂട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ തീയലിൻ്റെ കൂട്ടുണ്ടാക്കാം, സാമ്പാറിൻ്റെ കൂട്ടുണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് സാമ്പാറിൻ്റെ ആണ് കേട്ടോ. വറുത്തരച്ച സാമ്പാറില്ലേ, അതാണ് ചെയ്യുന്നത്. അതിനേക്ക് ആവശ്യമുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ ആവശ്യത്തിന് മുളക്, കുറച്ച് ഉലുവ അതെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഫ്രൈ ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിയായിട്ട് കൊടുക്കുന്നെങ്കിൽ, ഇനി മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി, ഉലുവപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ നല്ലോണം ഫ്രൈ ആയതിന് ശേഷം തേങ്ങ നല്ലോണം ചൂടായിരിക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ആദ്യമേ തന്നെ പൊടി ഇട്ട് വറുക്കല്ല, അപ്പോൾ എല്ലാം കൂടി കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തേങ്ങ നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം വേണം ലാസ്റ്റ് ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഇത് നല്ലോണം തണുക്കണം. തണുത്തതിന് ശേഷം ഒരു നല്ലോണം ഉണങ്ങിയ ഒട്ടും വെള്ളമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, എണ്ണയും ഒഴിക്കാൻ പാടില്ല. നമ്മളിതിനകത്ത് അരയ്ക്കുന്ന സമയത്തോ വറക്കുന്ന സമയത്തോ എണ്ണ യൂസ് ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ച് നാളിരിക്കുമ്പോൾ ഒരു കനച്ച മണം വരും, ആ എണ്ണ കനച്ച മണം വരും. അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള എണ്ണ തന്നെയാണിത്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇത് അരച്ചെടുത്തപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ആ ഡ്രൈ ആയ തേങ്ങയാണല്ലോ, അപ്പോൾ അത് അരയുമ്പം അതിൻ്റെ അകത്ത് എണ്ണയും കൂടിയിട്ടാണ് ഇത് ഫുൾ അരഞ്ഞിട്ടുള്ളത്. നല്ല മണവും നല്ല ടേസ്റ്റും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കറിക്കൂട്ടാണിത്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇത് സാമ്പാറിൻ്റെ കൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഫ്രൈ ആക്കുമ്പം അതിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ ഡെയിലി ഒന്നും എടുക്കില്ലല്ലോ. അപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കാണ്ടിരിക്കുമ്പം ഇത് കണ്ടോ, മുകളിൽ കുറച്ചിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേക്ക് എടുക്കുമ്പം ആ മുകളിൽ നിന്ന് ഊറ്റിയെടുക്കരുത്. ഒരു ഒട്ടും വെള്ളമയം ഇല്ലാത്തൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇങ്ങനെ കുറച്ച് കട്ടയായിട്ടൊക്കെ വരും അടിയിൽ, അതൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഓയിലും അതിനകത്ത് കിടക്കുന്ന മസാലയും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആവും. മിക്സായിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ അതേപോലെ ആയതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കറി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിത് വെച്ച് സാമ്പാർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. സാമ്പാർ പെട്ടെന്നൊന്ന് ചെയ്ത് കാണിക്കാം. പരിപ്പാണ് ഇട്ട് കൊടുത്തത്. പരിപ്പ് നല്ലോണം വേകണം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാമ്പാറിന് ഇപ്പോൾ വറുത്തരച്ച സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ
കഷ്ണങ്ങൾ കുറച്ച് നീളത്തിലരിഞ്ഞിടും. സാമ്പാർ പൊടി മാത്രം ഇട്ട് വെക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ കുറച്ച് ചതുരത്തിലരിയും. അതാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. പെട്ടെന്ന് ആ ഒരു കറിക്കൂട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. അത് അവിടെ നിന്ന് വേകട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് താളിക്കാം. സാധാരണ എല്ലാവരും സാമ്പാറൊക്കെ ആയതിന് ശേഷം മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഇറക്കുന്നതിന് മുന്നിലേ താളിച്ചൊഴിക്കും. പക്ഷെ ഞാനിപ്പം എൻ്റെ ഇടയ്ക്ക് താളിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വേറൊരു വ്യത്യസ്തമായ ടേസ്റ്റിൽ സാമ്പാർ കിട്ടും. അപ്പം കടുകെല്ലാം താളിച്ചു. അതിനകത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചുവന്ന മുളകും പിന്നെ നമ്മുടെ കറിവേപ്പില, അതൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചു. പിന്നെ ഞാൻ ആ കഷ്ണം വേവിക്കാൻ വേണ്ടി ഇട്ട സമയത്ത് അതിനകത്ത് വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെണ്ടയ്ക്കയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല സാമ്പാറിന്. വെള്ളം വേറെ കഷ്ണം വേറെ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വല്ലാണ്ട് വഴവഴാന്ന് ഇങ്ങനെ വെന്ത് പോകും. അതുകൊണ്ട് വെണ്ടയ്ക്ക ഞാൻ ഇടാറില്ല. നല്ലോണം ബാക്കി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക താളിച്ച് കൂട്ടത്തിൽ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം ആ വെന്ത സംഭവം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക പാകത്തിന് വെന്തിട്ടുണ്ടാകും. അലിഞ്ഞും പോവില്ല, ആ ഒരു കറിക്ക് ആ ഒരു വഴുവഴുപ്പ് വരികയില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിനായതിനു ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ അളവും എല്ലാം കറക്റ്റ് ആയതിനു ശേഷം ലാസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരുന്ന സാമ്പാറിൻ്റെ കൂട്ട്, അതിന് അളവ് നിങ്ങൾ സാമ്പാറിൻ്റെ അളവ് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 2-3 സ്പൂൺ എത്രയാണെന്ന് വെച്ചാൽ കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സാമ്പാർ പൊടി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല, ഇത് മാത്രം മതി. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ആകുമ്പോഴാണ് ലാസ്റ്റ് സാമ്പാർ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ആ ബോട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ കറിക്കൂട്ട് എടുക്കുന്ന സമയത്ത് സ്പൂൺ ഇട്ടിട്ട് നനഞ്ഞ സ്പൂൺ ഇടരുത് കേട്ടോ. നനഞ്ഞ സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ കനച്ചു പോവും, വെളിച്ചെണ്ണയാണ്, അപ്പോൾ കനച്ചു പോവും. അതുകൊണ്ട് ഒട്ടും അതിൻ്റെ അകത്തേക്ക് വെള്ളമയം ഇല്ലാത്ത സ്പൂൺ വെച്ചിട്ട് വേണം അതെടുക്കാൻ വേണ്ടി. കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു സമാധാനം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കറി ഉണ്ടാക്കാമല്ലോ. നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കറി ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ പുറകിന് പോയിട്ട് തേങ്ങ വറുക്കണം, തേങ്ങ ചിരണ്ടണം, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. നല്ലൊരു സമാധാനം ഉണ്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറിക്ക് ഇപ്പം ഞാൻ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ അരച്ചതല്ല, ഇത് വേറെ കൂട്ടാണ്. തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ മാത്രം അരച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങയും ചിക്കന് ചേർക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടും അരച്ചു വയ്ക്കാം. ഉലുവ ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് മസാല, അതായത് ചിക്കൻ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങ മാത്രം അരച്ചിട്ടുള്ളത്. അതിട്ടും തിളച്ചതിന് ശേഷം ലാസ്റ്റാണ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് വറുത്തരച്ച് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി അതിനനുസരിച്ച് മസാല തേങ്ങ വറുക്കുന്ന സമയത്ത് മാറ്റി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചത്തേങ്ങ അരയ്ക്കുന്ന പോലെ ഈ ഒരു ഉണങ്ങിയ തേങ്ങ വെച്ചിട്ട് അരച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഡ്രൈ ആക്കി വറുത്തരച്ചതല്ലേ കണ്ടത്. ഇനിയിപ്പോൾ പച്ചയ്ക്ക് എങ്ങനെയാണെങ്കിലും ആവശ്യമുള്ള തേങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ആ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലോണം ആ തേങ്ങ ഒന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ഏത് കറിയാണോ അരയ്ക്കുന്നത് അതിനാവശ്യമുള്ള കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു മീൻകറി വെക്കാൻ പോകണം കേട്ടോ. അതായത് മല്ലിയൊക്കെ അരച്ചിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ എല്ലാം ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നമ്മൾ തേങ്ങ ഒക്കെ അരക്കില്ല, സാധാരണ ചിരണ്ടിയ തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് അതരയ്ക്കുന്ന പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തപ്പോൾ കണ്ടോ, ഇതിപ്പം ഉണങ്ങിയ തേങ്ങ എന്ന് പറയുകയില്ല ഇത്. അപ്പം ഇത് വെച്ചിട്ട് ഒരു മീൻകറി വെക്കാൻ പോവാണ്. നത്തൽ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. സാധാരണ പച്ചത്തേങ്ങ പോലെ തന്നെ നല്ലോണം അരഞ്ഞിട്ടുണ്ട് അത്.
അങ്ങനെ ഉണങ്ങിയ തേങ്ങ വെച്ചിട്ട് നമ്മുടെ പച്ചത്തേങ്ങയുടെ സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ അതേ കളറിൽ മീൻകറി റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് പച്ചത്തേങ്ങ നമുക്ക് തോരൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ചില ആൾക്കാർക്ക് തോരനിൽ തേങ്ങ ഇട്ട് വേണം. അതെല്ലാവർക്കും ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ട്. എനിക്കും അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ എടുക്കുക, അതിലെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക, ഒരു 5-10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രഷായി കിട്ടും. ഉണങ്ങിയതായിരുന്നല്ലോ, അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രഷ് ആവും. എന്നിട്ട് നമ്മൾ ഏത് തോരനാണോ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ക്യാബേജ് തോരനിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ക്യാബേജ് തോരനൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പച്ച കളറിലൊക്കെ കാണുന്ന മല്ലിയില, അപ്പോൾ കുറച്ച് നല്ലോണം മല്ലിയിലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ ഉണ്ട്. കുറച്ച് കടലപ്പരിപ്പൊക്കെ താളിച്ചിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അതറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാ തരത്തിലും മാക്സിമം തേങ്ങ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ബാക്കി അന്ന് നമ്മൾ വറുത്തരച്ചതിൻ്റെ ബാക്കിയും വറുത്തെടുത്തതിൻ്റെ വെച്ച ബാക്കിയും ഒക്കെ തേങ്ങ ഇരിപ്പുണ്ട്. ഇനി എനിക്ക് കുറേ നാളത്തേക്ക് നല്ല സമാധാനമായിരിക്കും. ഒരുപാട് ഇനിയിപ്പോൾ വിഷുവിനൊക്കെ ആയിരിക്കും നാട്ടിലേക്ക് പോവുക, അതുവരെ ഉപയോഗിക്കേണ്ട സംഭവം എൻ്റെ അടുത്തുണ്ട്. ഇനിയിപ്പം സിപ്പ് ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ കഴുകി ഉണക്കിയ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മുടെ വറുത്ത തേങ്ങയും ഉണക്കിയ തേങ്ങയും ഇട്ടിട്ട് ഒട്ടും കാറ്റ് കടക്കാത്ത രീതിയിൽ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ തേങ്ങ വറുത്തിട്ടും അല്ലെങ്കിൽ ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാസങ്ങളോളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് പുറത്തെടുത്തിട്ട് ഒരു വെയിലത്തോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെയും കുറേ നാളിങ്ങനെ കേടാവാണ്ടിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണക്കി എടുത്ത് വെച്ചിട്ട് ഒരു 6-7 മാസം ഇതുപോലെ അനക്കാണ്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കനച്ച സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെയിലുള്ള സമയത്ത് ഒന്നും കൂടി വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാൾ ഇത് ഇരിക്കും. തീരുന്നവരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ പറയുക, ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ തന്നെ വേറൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.